രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇത് നമ്മൾ പറയുന്നത് 9ാമത്തെ അധ്യായമാണ്. 11-ലെ 9ാമത്തെ അധ്യായമാണ് പറയുന്നത്. ഈ അധ്യായത്തിൽ ബാക്കിയുള്ള ഗുരുനാഥക്കന്മാരെ കൂടി പറയാം. 24 ഗുരുക്കന്മാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ബാക്കിയുള്ളതിൽ പിങ്കളനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ആശാഹി പരമം ദുഃഖം, നൈരാശ്യം പരമം സുഖം എന്ന് പിങ്കള കണ്ടുപിടിച്ചു. അതേമാതിരി ഇനി അടുത്തുള്ള ഈ അധ്യായത്തിൽ ആരൊക്കെ പറയണേ? ഒരു കുരരപ്പക്ഷിയെ കുറിച്ച് പറയണ്ട്, അർഭകനെ കുറിച്ച് പറയണ്ട്, കരുവാനെ കുറിച്ച് പറയണ്ട്, സർപ്പം, എട്ടുകാലി, വേട്ടാളൻ, കുമാരി എന്നിങ്ങനെയുള്ള ഗുരുനാഥക്കന്മാരും പിന്നെ 25ാമത്തെ ഗുരുവായിട്ട് അവരവരുടെ ദേഹത്തെ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ 24 ഗുരുവിലെ അവസാനത്തെ ഒരു 25ാമത്തെ ഗുരുവായിട്ട് അവരവരുടെ ശരീരം തന്നെയാണ് യദു ദത്താത്രേയൻ കണ്ടുപിടിച്ചതായിട്ട് യദുവിന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അതിലാദ്യം ഈ കുരരപക്ഷി എന്താ ചെയ്യുക? കുരരപക്ഷിയിൽ നിന്ന് എന്താ പഠിച്ചത്? കുരരപക്ഷി എന്ന് പറഞ്ഞ ഒരു കുഞ്ഞി പക്ഷിയാണ് കേട്ടോ. കുഞ്ഞി പക്ഷിയാ. ഈ കുഞ്ഞി പക്ഷിക്ക് ഒരു ദിവസം കുറച്ച് മാംസം കിട്ടി. അപ്പം ഈ മാംസം തിന്നാലോ എന്ന് വിചാരിച്ച് ഈ കുരരപക്ഷി ഇതും കൊണ്ട് ഇങ്ങനെ പറന്നു പോയിട്ട് ഒരു ഭാഗത്ത് പോയിരുന്ന് തിന്നാൻ പുറപ്പെടുക. അപ്പം ഈ മാംസം കണ്ടിട്ട് ബാക്കിയുള്ള വലിയ പക്ഷികൾ വന്നിട്ട് ഇതിനെ കൊത്തുക, ഇതിനെ ഉപദ്രവിക്കുക ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ കുരരപക്ഷിക്ക് പേടിയായി. കുറേ വലിയ പക്ഷികൾ പിന്നാലെ പറന്നു വരില്ലേ. അപ്പം ഇതിനാകെ പേടിയായിട്ട് ഇനി എന്താ വേണ്ട എൻ്റെ ഈശ്വര എന്ന് വിചാരിച്ചു. അപ്പോഴാണ് അതിന് മനസ്സിലായത് എന്ത്, ഈ മാംസം അതെന്ത് ചെയ്തു, താഴത്തേക്കിട്ടു. മാംസം പോയോട് ഇതിൻ്റെ കൊക്കിൽ നിന്ന് മാംസം പോയോടുകൂടി ബാക്കിയുള്ള പക്ഷികളൊക്കെ ഈ മാംസത്തിൻ്റെ പിന്നാലെ പോയി. ഇത് സ്വതന്ത്രനായി. അപ്പം അതിന് മനസ്സിലായി, ആവൂ സമാധാനമായി. കുറച്ചധികം മാംസം കിട്ടിയതുകൊണ്ടാണ്. ഈ കുരരപക്ഷിക്ക് തിന്നാൻ പറ്റുന്ന മാംസമേ ഉള്ളൂ വെച്ചാൽ അത് വേഗം കിട്ടി തിന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒന്നും ഉണ്ടാവില്ല. ഇത് കുറേ അധികം കിട്ടിയപ്പോൾ ഒരു ഭാഗത്ത് പോയിരുന്ന് അതവിടെ കൊണ്ടുവച്ച് പിന്നെ പതുക്കെ എടുത്ത് കഴിക്കാമല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കണ മാതിരി വിചാരിച്ചപ്പോഴാണ് ഈ പക്ഷികൾ പിന്നാലെ കൂടിയിട്ട് അത് അവർ കണ്ടു ഇത്. അപ്പോൾ നമ്മളോട് കുരരപക്ഷി എന്താ പഠിപ്പിച്ചു വരുന്നത്? ധനം അധികമായി സൂക്ഷിച്ചു വെച്ചാൽ ആൾക്കാർ ഉപദ്രവിക്കാൻ വരും. അതുകൊണ്ട് ധനം അത്യാവശ്യത്തിനേ പാടുള്ളൂ. അതും കൂടി ഉണ്ട്, ആവശ്യത്തിന് പോലല്ല, അത്യാവശ്യത്തിനേ പാടുള്ളൂ. അതുകൊണ്ട് ധനം ഒരിക്കലും സൂക്ഷിച്ചു വെക്കരുത്. അപ്പം കള്ളന്മാർ വരും, അവരുപദ്രവിക്കും, ദേഹോപദ്രവം അടക്കം ചെയ്യില്ലേ, അതും കൂടി നമ്മൾ സഹിക്കേണ്ടി വരും. ഇത് ധനം എടുത്തുകൊണ്ട് പോകാൻ മാത്രമല്ല, അവർ കൊത്തും മാന്തും പിച്ചും അടിക്കും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുരരപക്ഷിയിൽ നിന്ന് എന്ത് പഠിച്ചു? ധനം അധികമായി സൂക്ഷിച്ചു വെക്കരുത് എന്ന് പഠിച്ചു. പിന്നത്തെ ആളാണ് എൻ്റെ അർഭകൻ, ഒരു കുഞ്ഞുകുട്ടി, കൊച്ചുകുട്ടി. അവനിൽ നിന്ന് മാനവും അഭിമാനവും യാതൊന്നും അവനില്ല. അവന് വിശന്ന ഉറക്കിരുന്ന് കരയും, ഭക്ഷണം കിട്ടിയാൽ വരുന്നു ചിരിക്കും, വേറെ ഒന്നും അവനില്ല. ആരാ തന്നേനോ, എന്താ തന്നേനോ, എവിടുന്നാ കിട്ടിയെന്നോ ഒന്നും അവനില്ല. അവന് യാതൊരു ചിന്തയും ഇല്ല. പിന്നെ അവൻ എന്താ ചെയ്യുക? സ്വന്തമായിട്ടിരുന്ന് കളിച്ചോളും. കുഞ്ഞേ കുട്ടികളെ സ്വന്തമായി ഇരുന്ന് കയ്യും കാലൊക്കെ കുലുക്കി ഇങ്ങനെ കളിക്കണ കണ്ടിട്ടില്ലേ കൊച്ചു കുട്ടികളെ? അങ്ങനെ അവർ സുഖമായി ഇരുന്ന് കളിച്ചോളും. അവരതിൽ സ്വയം ലയിക്കുകയാണ്. അതേമാതിരി ആവണം നമ്മളും. നിഷ്കളങ്കമാവണം. അതാണ് പഠിച്ചു വരുന്നത്. നിഷ്കളങ്കമായിട്ട് മാനവും അഭിമാനവും വേറെ നീ ഇല്ലാത്ത കാര്യങ്ങൾ മുഴുവൻ തലയിലേറ്റി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ കളഞ്ഞ് നിഷ്കളങ്കനായി ജീവിക്കണം എന്ന് ആരിൽ നിന്ന് പഠിച്ചു? കുഞ്ഞു കുട്ടിയിൽ നിന്ന് പഠിച്ചു. പിന്നത്തെ ആളാരാ? ഒരു കരുവാനാണ്. അയാൾ അമ്പുണ്ടാക്കണ ആളാ, ശരം ഉണ്ടാക്കണ ആളാ. അപ്പം ഈ ആളിങ്ങനെ ശരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഈ ശരം ഉണ്ടാക്കുമ്പോൾ അതിന് ഈ മോന വയ്ക്കുമല്ലോ, ഭയങ്കര മൂർച്ചയുള്ള ഭാഗം, ആ അറ്റം അങ്ങനെ കൂർപ്പിച്ചുകൊണ്ടിരിക്കുക. അറ്റം കൂർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ മുമ്പിലൂടെ ഒരു ഘോഷയാത്ര കടന്നുപോയി. രാജാവിൻ്റെ വലിയ പെരുമ്പറയും ചെണ്ടയും മദ്ദളവും മൃദംഗമൊക്കെ ആയിട്ട് ഗംഭീരമായിട്ടുള്ളൊരു ഘോഷയാത്ര കടന്നുപോയി. പക്ഷേ ഇയാൾ അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നപ്പോൾ ഈ ഘോഷയാത്ര കടന്നു പോയിട്ട് കണ്ടില്ല. ദത്താത്രേയൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇദ്ദേഹം അവിടെ ഇങ്ങനെ നോക്കിയിരുന്നു. ഈ ഘോഷയാത്ര കടന്നു പോയപ്പോൾ അയാളോട് എന്നിട്ട് ചോദിച്ചു, ഈ പോയ രാജാവ് ആരാ? അതായത് ഈ ഘോഷയാത്രയിൽ പോയ ആൾ ആരാ എന്ന് ഈ ശരം ഉണ്ടാക്കണ ആളോട് ചോദിച്ചു.
അപ്പോഴയാൾ പറഞ്ഞു, ഇത് കൂടെ ഇപ്പൊ ഘോഷയാത്ര പോയോ? ഞാൻ കണ്ടില്ലല്ലോ. തൊട്ടടുത്ത് നിന്ന് ദത്താത്രേയൻ കണ്ടു, പക്ഷെ ഇയാള് കണ്ടില്ല. അതാണ് ഏകാഗ്രത അയാളിൽ നിന്ന് പഠിച്ചു. അങ്ങനെ വേണം ഏകാഗ്ര മനസ്സാക്കി നാമം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റോറും വലതും നടക്കും. നമ്മൾ അതിലേക്കൊന്നും ശ്രദ്ധിച്ചു പോകരുത്. നാമം ജപിക്കുക മാത്രമേ ചെയ്യാവൂ. അതിലേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കാൻ നമ്മളിങ്ങനെ ശ്രമിക്കണം. അങ്ങനെ കുറേ സമയം നമ്മളിങ്ങനെ ശ്രമിച്ച് വന്നാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നാമം ജപിക്കാൻ മാത്രമേ പറ്റൂ. ചുറ്റോറുള്ള ഒന്നും നമ്മൾ അറിയില്ല, അറിയാണ്ടിയാവും. അതങ്ങനെ ആയിക്കോളും. അങ്ങനെയാണ്. അതുകൊണ്ട് ആ നാമം ജപിക്കുക എന്നുള്ള കാര്യത്തിലുള്ള ഏകാഗ്രത എന്ന് പറഞ്ഞുള്ള സംഭവം ആരിൽ നിന്ന് പഠിച്ചു? ഈ ശരണ്ടാക്കണ കരുവാൻ്റെയിൽ നിന്നും പഠിച്ചു. പിന്നെയുള്ള ആളാരാ? സർപ്പാണ്. സർപ്പത്തിന് എന്താ പഠിച്ചത്? സർപ്പം വരട്ടാണെന്നും പോവില്ല. വീടുണ്ടാക്കാൻ പോവോ സർപ്പം? ഇല്ല. സർപ്പം എന്ത് ചെയ്യും? വല്ല എലിയോ പെരിശാലിയോ ഒക്കെ വീടുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അവിടെ ചെല്ലും, അവരെ തന്നെ എടുത്ത് തിന്നും, അതിൻ്റെ ഉള്ളിൽ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളും. അതേമാതിരി നമ്മൾ ഈ ഭൂമി മുഴുവൻ വീടുണ്ടാക്കുക, ഫ്ലാറ്റ് ഉണ്ടാക്കുക, പൂട്ടിയിടുക, ഉണ്ടാക്കുക, അക്രമകാശം സ്വന്തമായി ആലോചിച്ചാൽ മതി. അതിനൊന്നും മെനക്കെടേണ്ട കാര്യമില്ല. വല്ല ഗുഹ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി കിടന്നുറങ്ങാം. അതല്ലെങ്കിൽ വല്ല മരത്തിൻ്റെ തണലുണ്ടെങ്കിൽ അവിടെ കയറി കിടന്നുറങ്ങാം എന്ന് ആര് പഠിപ്പിച്ചു തന്നു? ഈ സർപ്പം പഠിപ്പിച്ചു തന്നു നമ്മളതിന്. അത് നമ്മൾ പഠിക്കില്ല. നമ്മളെന്താ ചെയ്യുക? ഗുരുവായൂർ വന്ന് താമസിക്കാൻ ഒരു വീട്, തൃശ്ശൂർ വന്ന് താമസിക്കാൻ ഒരു വീട്, എറണാകുളത്ത് പോയ ഒരു വീട്. ഇപ്പം എന്താ ഈ 3-4 വീടുകൾ നമ്മൾ പൂട്ടി താക്കോല് കയ്യിൽ പിടിച്ചിരിക്കുക. ഏറ്റവും കൂടുതൽ വീട് പൂട്ടി കിടക്കുന്ന സ്ഥലം കേരളമാണ്. അങ്ങനെയും കൂടി ഉണ്ട്. അന്വേഷിച്ചോളൂ, മനസ്സിലാവും. അവിടെ ഒന്നും താമസിക്കാറില്ല. കാരണം ബാക്കിയുള്ളവരൊക്കെ പുറം രാജ്യങ്ങളിലാണ് താമസിക്കാൻ. പൂട്ടിക്കിടക്കുക എല്ലാ ദിക്കിലും. ഗുരുവായൂരാണ് ഏറ്റവും കൂടുതൽ ഫ്ലാറ്റ് പൂട്ടി കിടക്കുന്ന സ്ഥലം എന്നാണ് തോന്നണം. അറിഞ്ഞുകൂടാ. അല്ല, അങ്ങനെയുള്ളൊരു സംഭവം. എന്തിനാ വെറുതെ അങ്ങനെ ചെയ്യുന്നത്? താമസിക്കാൻ വീടില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്, ഇല്ലേ? നമുക്ക് പറ്റുന്നത് എന്തോ ഉപകാരമായിട്ട് ചെയ്യുക. എനിക്ക് വന്നോ താമസിക്കണ്ടേ? എവിടെങ്കിലുമൊക്കെ താമസിച്ചാൽ മതി. ഇന്നൊക്കെ തന്നെ താമസിക്കാൻ ഒരു നിർബന്ധമില്ല. അതിനാണ് എന്ത് ചെയ്യണേ? ആദ്യം തന്നെ ആ കുട്ടിയിൽ നിന്നും മാനാപമാനങ്ങൾ നമ്മൾ ഉണ്ടാവാതിരിക്കാൻ പഠിച്ചത്. അങ്ങനെ വീടുണ്ടാക്കി നമ്മുടെ ജന്മം കളയരുതെന്നും വീട്ടുപകരണങ്ങൾ വാങ്ങിച്ച് ജന്മം കളയരുതെന്നും ആര് പഠിപ്പിച്ചെന്നു? സർപ്പത്തിൽ നിന്നും പഠിച്ചു. പിന്നുള്ള ആളാണ് എട്ടുകാലി. നല്ല രസാട്ടോ. എട്ടുകാലി വല ഉണ്ടാക്കും. അത്രയും എന്തൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കണ്ടേ. അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോണ്ട് ഈ വല ഇങ്ങനെ ഉണ്ടാക്കുന്നു. ദത്താത്രേയൻ ഇങ്ങനെ നോക്കിയിരുന്നു. നല്ല ഭംഗിയായിട്ടുള്ള വല. കുറേ വലയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അതിൻ്റെ നടുവിൽ പോയി ഈ എട്ടുകാലി കണ്ണും അടച്ച് ഇങ്ങനെ ഇരുന്നു. അപ്പം കുഞ്ഞ് പാറ്റകളും എറുമ്പുകളും ഒക്കെ വന്നിട്ട് ഈ വലയുടെ ഉള്ളിൽ കുടുങ്ങണു. പക്ഷെ എട്ടുകാലി മാത്രമേ ഈ വലയുടെ ഉള്ളിൽ കുടുങ്ങില്ല. അത് പോയിട്ട് ഈ പ്രാണീനെ എടുത്തുകൊണ്ടുവരും, കഴിക്കും, മിണ്ടാണ്ടിരിക്കും. അപ്പം ഇതെന്താ സംഭവം എന്ന് അന്വേഷിക്കണ്ടേ? അപ്പം ദത്താത്രേയൻ അന്വേഷിച്ചു. അപ്പം ഈ എട്ടുകാലിക്ക് അറിയാം പാശമുള്ള വലയും പാശമില്ലാത്ത വലയും. പാശമുള്ള നൂല് കൊണ്ടാണ്. ഇത് ഈ വരണ പക്ഷിക്ക് അറിയില്ലല്ലോ, വരണ ജന്തുവിന് അറിയില്ലല്ലോ. അത് ഈ പശയിൽ കുടുങ്ങും. എട്ടുകാലി ഈ പശയില്ലാത്തടത്ത് കൂടെ നടക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? എട്ടുകാലി എന്ത് ചെയ്യും? ഈ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഈ വലയും കൂടി അങ്ങോട്ട് വിഴുങ്ങും. ആ എട്ടുകാലിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വല ഉണ്ടാക്കുന്നു, എട്ടുകാലി ഭക്ഷണം കഴിക്കുന്നു. അത് കഴിഞ്ഞാൽ ഇത് എട്ടുകാലി എന്നെ വിഴുങ്ങണു. അങ്ങനെ എട്ടുകാലിയിൽ നിന്ന് എന്ത് പഠിച്ചു? ഭഗവാൻ തന്നെ എല്ലാം സൃഷ്ടിക്കുന്നു, ഭഗവാൻ തന്നെ എല്ലാം നിലനിർത്തുന്നു, ഭഗവാൻ തന്നെ എല്ലാം സംഹരിക്കുന്നു എന്നുള്ളത് ആരിൽ നിന്ന് പഠിച്ചു? എട്ടുകാലിൽ നിന്നും പഠിച്ചു. പിന്നെ എട്ടുകാലിയന്മാരി എവിടെയും ഒരു ഒട്ടലുമില്ലാണ്ട് നടക്കാൻ നമ്മൾ പഠിക്കണം. അങ്ങനെയാണ് എന്ത് എട്ടുകാലിയിൽ നിന്നും പഠിച്ചത്. പിന്നെന്താ പഠിച്ചത്? പിന്നെന്താ പഠിച്ചത്? പിന്നാരാ? ഒരു കുമാരി. കുമാരിയിൽ നിന്ന് എന്ത് പഠിച്ചു? വള. ഈ കുമാരീനെ കല്യാണം ആലോചിച്ച് വന്നു ആൾക്കാരെന്നാട്ടോ പറയണേ. അപ്പോൾ ഈ കല്യാണം ആലോചിച്ച് വന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല, അവരവിടേക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടിക്ക് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ എന്ത് ചെയ്തു? ചെന്ന് നോക്കുമ്പോൾ അവിടെ അരിയൊക്കെ കമ്മിയാണോ സംശയമുണ്ട്. നെല്ലുണ്ട് 10,000, പക്ഷെ അത് കുത്തണ്ടേ. അപ്പോൾ ഈ പെൺകുട്ടി എന്ത് ചെയ്തു? ഇവരേനെ അകലെയുള്ള പുഴയിലേക്ക് കുളിക്കാൻ പറഞ്ഞു.
അങ്ങനെയാണല്ലോ. കുളിയൊക്കെ കഴിഞ്ഞ് വരൂ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരാം, അങ്ങനെയൊക്കെ വന്ന് കാലത്തുള്ള എന്താ പറയുക സംഭാരം എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവരെ കുളിക്കാനൊക്കെ പറഞ്ഞേച്ച് ഈ പെൺകുട്ടി നെല്ല് കുത്തുക. നെല്ല് കുത്തുമ്പോൾ ഈ വളകൾ, ശംഖ് വളകൾ ഇട്ടിട്ടുണ്ട് ഈ പെൺകുട്ടിയുടെ കയ്യിൻ്റെ മുകളിൽ നിറച്ചുണ്ട്. അത് കലകല കലകല എന്നുള്ള ശബ്ദം ഉണ്ടാക്കുന്നു. ഈ പെൺകുട്ടിക്ക് എന്ത് വിചാരിച്ചു, താൻ തന്നെയാണ് നെല്ല് കുത്തണേന്ന് അറിഞ്ഞാൽ അതൊരു മോശമാവണ്ട, തൻ്റെ വീട്ടിലെ ആൾക്കാരൊക്കെ ധാരാളം ഉണ്ടെന്ന് അറിഞ്ഞോട്ടെ. ഇപ്പോഴാണല്ലോ കല്യാണം ഒക്കെ കഴിക്കുമ്പോൾ അവിടെയൊക്കെ വലിയ നല്ല ആൾക്കാരാട്ടോ എന്നൊക്കെ പറയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ഈ പെൺകുട്ടി ഓരോ വളയിട്ട് ഇങ്ങനെ ഊരി വെച്ചു. ഈ ഓരോ കയ്യിൻ്റെ മുകളിൽ ഈ 2 വളയായപ്പോഴും അത് കലാകല എന്നുള്ള ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം എന്ത് ചെയ്തു, ഈ പെൺകുട്ടി അതും കൂടി ഊരി വെച്ചു. 2 കയ്യിൻ്റെ മുകളിലും ഓരോ വളകളായപ്പോൾ ഒരു ശബ്ദമില്ല. അങ്ങനെ ആ പെൺകുട്ടിക്ക് സുഖമായിട്ട് നെല്ല് കുത്താൻ പറ്റി. ആ പെൺകുട്ടിയിൽ നിന്ന് എന്ത് പഠിച്ചു, ഒരു സന്യാസിയായ ഞാൻ ഒറ്റയ്ക്ക് നടക്കണം, കൂടെ ആൾക്കാരെ കൂട്ടിയ ശബ്ദം ഉണ്ടാവും, ബഹളം ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, തല്ലുകൂട്ട മരം ഉണ്ടാവും എന്ന് പഠിച്ചു. ഒറ്റയ്ക്ക് നടക്കണം എന്നാണ് എന്ത് പഠിച്ചത്, ഈ ശംഖുവളട്ട ഈ പെൺകുട്ടിയിൽ നിന്നും പഠിച്ചു. പക്ഷെ ഇവിടെ അതൊക്കെ കേട്ടിട്ടേ ഒരാള് നല്ല രസാട്ടോ, എന്താ പറയാ, ഈ ആചാര്യന്മാർ കഥ പറയണ കേൾക്കാൻ നല്ല രസമാണ്. പഴയ ആചാര്യന്മാരാകുമ്പോൾ കുറച്ചും കൂടി നല്ല രസമായിട്ട് പറഞ്ഞുതരും. അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഈ പണിയുണ്ടെങ്കിലും അവരിത് പഠിപ്പിച്ചിട്ടേ പോവുള്ളൂ എന്നുള്ള വിചാരം കൂടി ഉണ്ടാവേ. അതുകൊണ്ട് ഈ ആചാര്യന്മാർ കഥ പറയും. ഇതൊക്കെ കേട്ടു ഒരു ഗൃഹസ്ഥൻ ഇതൊക്കെ കേട്ടിട്ട് വിചാരിച്ചു, ഒറ്റയ്ക്ക് നടക്കണം എന്നല്ലേ പറഞ്ഞേ തൊഴാൻ പോകുമ്പോൾ. അതാണല്ലോ ഇപ്പോൾ പറഞ്ഞത്, ഭഗവാനെ സേവിക്കാൻ പോകുമ്പോൾ ഒറ്റയ്ക്ക് നടക്കണം എന്ന് പഠിച്ചു. അപ്പോൾ ഒറ്റയ്ക്ക് നല്ല നടക്കുക. അപ്പം അയാൾ ഭാര്യയോടും കുട്ടികളോടൊക്കെ പറഞ്ഞു, അതെ ഞാൻ ഗുരുവായൂർക്ക് തൊഴാൻ പോവാ, 7 ദിവസത്തെ വചനം. ആയിക്കോട്ടെ. ഭാര്യയ്ക്ക് സന്തോഷമായി, ഗുരുവായൂർക്കല്ലേ തൊഴാൻ പോകണം, ഇയാളോട് എന്നെ കൊണ്ടുപോകുന്ന വെച്ചാൽ കൂട്ടാക്കാത്ത ആളാ. ഇപ്പം ഏതോ ഒരു പ്രഭാഷണം കേട്ടിട്ട് അങ്ങനെയായി, നന്നായേ ഉള്ളൂ, സന്തോഷമായി. 7 ദിവസം തൊഴുതു വരുമ്പോൾ പാൽപ്പായസമൊക്കെ കൊണ്ടുവരണേ, പ്രസാദമൊക്കെ കൊണ്ടുവരണേ എന്ന് ഭാര്യ പറഞ്ഞേൽപ്പിച്ചു. ശരി എന്നും പറഞ്ഞിട്ട് ഇവര് പോവുകയും ചെയ്തു. ഈ കുട്ടി ഇയാളവിടെ വന്ന് നേരെ പടിഞ്ഞാറ് നടയിൽ ബസ് ഇറങ്ങിയെന്ന് സങ്കല്പിക്കണം എന്നാ പറയുക. പടിഞ്ഞാറ് നടയിൽ ബസ് ഇറങ്ങി എന്ത് ചെയ്തു, നേരെ ജയശ്രീയിൽ വന്ന് റൂം എടുക്കുക. അതൊക്കെ ഒരു പഴയ ആൾക്കാരുടെ ഒരു സങ്കല്പമാണ് കേട്ടോ. പടിഞ്ഞാറ് നടയിൽ വന്ന് ബസ് ഇറങ്ങി നേരെ ജയശ്രീയിൽ വന്ന് റൂം എടുത്ത് അയാൾ ഉച്ചശിവേലി ആകുമ്പോഴേക്കും നേരെ കുളിച്ച് അമ്പലത്തിലേക്ക് എത്തി. ശിവേലിക്ക് പ്രദക്ഷിണം വെച്ചു, ദീപാരാധന തൊഴുതു, ആത്താഴപ്പൂജയൊക്കെ തൊഴുത് അവിടെയൊക്കെ നടന്ന് ജയശ്രീന്നാണ് ഭക്ഷണം കഴിക്കുക, അവിടെ പോയിരുന്നു. അന്നത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇതെന്ന് കേട്ടിട്ട് വേറൊരാൾ വേറൊരു രാജ്യത്തു നിന്ന് ഇതേമാതിരി വന്ന് ബസ് ഇറങ്ങി. ഇയാളും പ്രഭാഷണം അയാളും കേട്ടിട്ടുണ്ടായിരുന്നു. അതിന് വേറൊരു രാജ്യത്തു നിന്ന് വന്നു, ഇവിടെ വന്നു. അങ്ങനെ പിറ്റേ ദിവസം വെളിച്ചാകുമ്പോൾ ഇയാളും ഇതേമാതിരി ഉച്ച ശിവേലിയൊക്കെ തൊഴിൽ കഴിഞ്ഞു. കാലത്തെ ശിവേലിക്ക് പോകുമ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ശിവേലിക്ക് പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട്. ആദ്യത്തെ ദിവസം മൈൻഡ് ചെയ്തില്ലേ, രണ്ടാമത്തെ ദിവസം ഉച്ച ശിവേലി ആയപ്പോഴേക്കും ഇയാളെ കാലത്ത് കണ്ട ആളാണല്ലോ എന്ന് മറ്റാൾക്കും തോന്നി. അപ്പം ഒന്ന് വെറുതെ ചിരിച്ചു. ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം പ്രദക്ഷിണം വയ്ക്കുമ്പോൾ കണ്ടു. മൂന്നാമത്തെ ദിവസം ശിവേലിക്ക് പ്രദക്ഷിണം വയ്ക്കണു, ഉച്ചപൂജ തൊഴണു, അത്താഴപൂജ തൊഴണു, അപ്പൊക്കെ കണ്ടു. മൂന്നാമത്തെ ദിവസം ആയപ്പോഴേക്കും ഒരാൾ വന്ന് ഇയാളോട് ചോദിച്ചു, അല്ല എത്ര ദിവസത്തെയാ ഭജനം, ഭജിക്കാൻ വന്നിക്കുക? അതെ ഭജിക്കാൻ വന്നിക്കുക, 7 ദിവസം ഭജിക്കണം എന്നാ വെച്ചാൽ. ഞാനും 7 ദിവസം ഭജിക്കണം എന്ന് വിചാരിച്ച് വന്നാളാ, ഞാൻ ഇന്നേക്കിന്നാട്ടോ വരണേ, താങ്കൾ എവിടുന്നാ വരണേ? എന്തായി ഒറ്റയ്ക്ക് നടക്കലൊന്ന് ആലോചിച്ച് നോക്കൂ. താങ്കൾ എവിടുന്നാ വരണേ? എവിടെയാ റൂം എടുത്തിരിക്കണേ? എവിടെയാ താമസിക്കണേ? അപ്പൊ ഞാനിങ്ങനെ ഈ ജയശ്രീയില് താഴത്തെ 4-ാം നമ്പർ റൂമിലാണ്. ആണോ? ഞാൻ മുകളിലത്തെ 8-ാം നമ്പർ റൂമിലാ. എന്തായി അവര് തമ്മിൽ? എന്നാ നമുക്ക് 2 പേർക്കും ഒപ്പം കാപ്പി കുടിക്കാം കേട്ടോ. 2 പേരും കൂടി ദ്വാരകയിൽ പോയി ഒപ്പം കാപ്പി കുടിക്കണു. ഇയാൾ 4-ാം നമ്പറിലേക്ക് പോകണു, മറ്റാൾ 8-ാം നമ്പറിലേക്ക് പോകണു. അങ്ങനെ ദിവസേന നമുക്ക് പോവാ ശിവേലിക്ക്. 2 പേരും കൂടി ശിവേലിക്ക് പോകണു. വീട്ടിലാരൊക്കെയുള്ളതെന്ന് സംസാരിക്കണു. എല്ലാം കഴിഞ്ഞപ്പോൾ എന്തായി, എൻ്റെ വലിയ ഇങ്ങനെ അമ്മാവൻ്റെ മകളൊരു കുട്ടിയുണ്ട്, അതിന് കല്യാണമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇയാൾ പറഞ്ഞു, എൻ്റെ ചേട്ടനൊരു മോനുണ്ട്, നമുക്ക് കല്യാണം ആലോചിച്ചാലോ? എന്തായി, കല്യാണം ആലോചിച്ച് കല്യാണ ബന്ധത്തിലൂടെ അവര് ഒരു കുടുംബ ബന്ധം തന്നെ സ്ഥാപിച്ചെടുത്തു, ഒറ്റയ്ക്ക് തൊഴാൻ വന്ന 2 ആൾക്കാർ തമ്മിൽ. അപ്പം എങ്ങനെയുണ്ട് ഈ ഒറ്റയ്ക്ക് നടക്കണതിൻ്റെ അവസ്ഥ? അത്ര വിഷമം പിടിച്ച കാര്യമാണ് ബന്ധമില്ലാതെ ആവുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കണേ.
അത് നമ്മൾ പഠിക്കണം. അപ്പം എന്ത് ചെയ്യണം? ഇനി അഥവാ കണ്ടുമുട്ടി, ഓക്കെ ഒക്കെ സമ്മതിച്ചു, അങ്ങനെ കാണാതിരിക്കൊന്നുമില്ല, ഒക്കെ ശരിയാ. നമ്മൾ കണ്ടു, സത്സംഗത്തിൽ കണ്ടു, ഇപ്പോൾ വായനയ്ക്ക് എത്ര ആൾക്കാരെ കാണുന്നുണ്ട്, കണ്ടു, വർത്താനം പറഞ്ഞു, ഒക്കെ ശരിയാ. അതിനെ വിടണേ, അതും വെച്ച് നടക്കരുത്. പിന്നെ അത് പ്രത്യേകമായിട്ട് പറയുന്നത്, ഒരു സന്യാസി പുഴ കിടക്കുക, ശിഷ്യനുണ്ട് കൂടെ. അപ്പം ഈ പുഴ കിടക്കുന്ന സമയത്ത് ഒരു സ്ത്രീ അങ്ങോട്ട് കടന്നു പോകാൻ വേണ്ടി മെനക്കെട്ടിക്കുക. അപ്പം അവർക്ക് കിടക്കാൻ പറ്റണില്ല. അപ്പം ചോദിച്ചു, ഇനി ഒന്ന് ആ പുഴ കടത്തി അപ്പുറത്തേക്ക് ആക്കി തരുമോ ചോദിച്ചു. അപ്പം ഈ സന്യാസി പറഞ്ഞു, ഓ ശരി, അതിനെന്താ വിരോധം എന്നും ചോദിച്ചിട്ട് സന്യാസി ഈ സ്ത്രീനെ എടുത്ത് ചുമലിൽ വെച്ചിട്ട് അപ്പുറത്തേക്ക് പുഴ കടത്തി ഇറക്കി വിട്ടു. അത് കഴിഞ്ഞിട്ട് സന്യാസി ശിഷ്യനും കൂടി അങ്ങോട്ട് പോയി, ഈ സ്ത്രീ വേറെ വഴിക്കും പോയി. അങ്ങനെ കുറേച്ചു ദൂരം പോയപ്പോൾ ഈ സന്യാസിയുടെ ശിഷ്യൻ ചോദിച്ചു, എന്നാലും എൻ്റെ ഗുരുനാഥ, അവരേനെ ഇടുത്ത് പുഴ കടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഗുരുനാഥനെന്ന് ചോദിച്ചു. അത് ചോദിച്ചപടി ഈ സന്യാസി ചോദിച്ചു, അപ്പൊ നീ ഇതുവരെ ആയമ്മ തോളന്ന് താഴത്തേക്ക് ഇറക്കിയില്ലേ? ഞാനാ പുഴ കടത്തിയപ്പോ അതിനെ വിട്ടു, നീ ഇനി അതിനെ തോളത്തേറ്റും കൊണ്ട് നടക്കുകയാണോ എന്ന് ചോദിച്ചു. അതേമാതിരിയാണ് നമ്മള് പ്രവൃത്തി ചെയ്യണ്ടെന്നല്ല പറയണേ, അതിൽ ഒട്ടിപ്പിടിക്കരുത്. അതാ പറഞ്ഞ, ഒറ്റയ്ക്ക് നടക്കുകയാണെങ്കിൽ കൂടി ഉണ്ടാവുന്ന പ്രശ്നമാണ്. ഇപ്പം എന്തായി, അവർ തമ്മിൽ ഒരു ബന്ധം പോലും പുനഃസ്ഥാപിച്ചു എന്ന് വേണമെങ്കിൽ പറയണം. അങ്ങനെയുള്ള മഹാത്മാക്കൾ എന്ത് രസമായിട്ട് ആ കഥകളൊക്കെ പറഞ്ഞു തരിക നമുക്ക്. അപ്പോൾ അവർ പറയുകയാണ്, അപ്പം അതുകൊണ്ടാണ് ഗുരുവായൂരമ്പലിക്ക് വരിക, അതിൽ ഒറ്റയ്ക്ക് വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല, ആരെ കണ്ടാലും ചിരിക്കുക പോലും അരുത്, ചിരിക്കരുത്. മൗനവ്രതോ ഇനി അതിലപ്പുറത്തെ വല്ല വ്രതം ഉണ്ടെങ്കിൽ ചെയ്തോളൂ, എന്ന് ചിരിച്ചാൽ പോയി, പിന്നെ നമുക്ക് അവിടെ ബന്ധം വരും. അതുകൊണ്ട് ഒറ്റയ്ക്ക് നടക്കണം എന്ന് ആര് പഠിപ്പിച്ചിരുന്നു? ഈ കുമാരിയുടെ കങ്കണത്തിൽ നിന്നും നമ്മളെ പഠിപ്പിച്ചു തന്നു എന്ന് പറയാ. പിന്നെ അടുത്തതാരാ? കുമാരിയുടെ കങ്കണം കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വേട്ടാളൻ. ഈ വേട്ടാളൻ എന്താ ചെയ്യുക? വേട്ടാളൻ ഒരു പുഴുവിനെ പിടിച്ചുകൊണ്ടും എന്നിട്ട് ഈ കൂട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടിടും. എന്നിട്ട് മണ്ണുകൊണ്ട് കൂടൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. ഈ പുഴു നോക്കുമ്പോൾ ആരെയെ കാണുക? വേട്ടാളിനെ മാത്രം കാണുക. എന്നിട്ട് ഇങ്ങനെ ഊതി എന്ത് ചെയ്യും? പുഴുവാണെങ്കിലോ പേടിച്ച് വേട്ടാളങ്ങനെ കുത്തി ആ ഓർഡറിൽ കൂടെ പുഴുവിന്. അങ്ങനെ വേട്ടാളിനെ തന്നെ വിചാരിച്ച് പേടിച്ച് അവസാനം ഈ പുഴു എന്തായിത്തീരും? വേട്ടാളനായിത്തീരും. അതേമാതിരി നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ തന്നെ വിചാരിച്ച് ഭഗവാനായി തീരണം. അതന്നെയാ ഗുരുവായൂരപ്പനെ തന്നെ വിചാരിക്കുക. ഈ വേട്ടാളം വിചാരിച്ച, ആ പുഴു വിചാരിച്ച ഏകാഗ്രതയോടുകൂടി ഇരുന്ന് നമ്മളിങ്ങനെ വിചാരിച്ച് എന്താവണം? അങ്ങനെ വിചാരിച്ച് ധ്യാനം ചെയ്ത് ഭഗവാനെ തന്നെയായിട്ട് മാറണം എന്ന് ആരിൽ നിന്ന് പഠിച്ചു? വേട്ടാളനിൽ നിന്നും പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് അവസാനത്തെയാണ് വൈരാഗ്യം മുഴുവനാവാൻ വേണ്ടിയിട്ട് സ്വന്തം ശരീരത്തിനെ ഗുരുനാഥനായിട്ട് കണ്ടു. സ്വന്തം ശരീരത്തിനെ ഗുരുനാഥൻ. ശരീരത്തിൽ എന്തൊക്കെയാണുള്ളത്? മലമൂത്ര വിസർജനങ്ങളിലെ ഒരു ഭാണ്ഡം അല്ലേ, രക്തകൃമി കഫ ആദികളുടെ വേറൊരു പൊട്ട ഭാണ്ഡം. അങ്ങനെയുള്ള 2-3 ഭാണ്ഡങ്ങളിൽ വലിയൊരു സഞ്ചിയാണ്. ആ സഞ്ചിയിൽ വലിയൊരു തോലിട്ടിട്ട് നല്ല ഭംഗിയുള്ള ചിത്രപ്പണികളുള്ള ഒരു സഞ്ചി അല്ലേ. പുറത്തേക്ക് മാത്രമല്ലേ ഭംഗിയുള്ളൂ, ഉള്ളിൽ മുഴുവൻ ഭയങ്കര അപകടം. അതിനാണെങ്കിലോ 9 ദ്വാരങ്ങളും വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന വസ്തുക്കളുടെ ദുർഗന്ധം ആലോചിച്ച ഇന്നൊന്നും ഉണയിക്കാൻ പറ്റില്ല. അതന്നെ. പക്ഷെ അത്ര പൊട്ട വസ്തുക്കളായ ശരീരത്തിലാണ് നമ്മൾ താമസിക്കണേ എന്നങ്ങോട്ട് വിചാരിച്ച ആ സെക്കൻഡിൽ നമുക്ക് വൈരാഗ്യം വരും. പക്ഷെ എന്ത് വേണം? നമുക്ക് ഈശ്വരനെ സേവിക്കാൻ, കഥ കേൾക്കാൻ, കഥ പറയാൻ, ഈശ്വരനെ ധ്യാനിക്കാൻ ഒക്കെ എന്ത് വേണം? ഈ ശരീരം വേണം. രണ്ടും വേണം, എന്നാലേ അത് നടക്കുള്ളൂ. ഈ ശരീരം ഉണ്ടെങ്കിലേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം വൈരാഗ്യം വരാനും ശരീരത്തിനെ വിചാരിക്കണം, ബാക്കിയുള്ള ഈശ്വരനെ ചിന്തിക്കാനും തത്വചിന്തയ്ക്കും ഒക്കെ എന്ത് വേണം? ഈ ശരീരം തന്നെ വേണം. അതുകൊണ്ട് വിവേകത്തിനും വേണം എന്ത് ശരീരം? അതും ദേഹം തന്നെ വിവേകത്തിനും വേണ്ടിയിട്ട്
ഗുരുവായിട്ട് വർത്തിക്കുന്നു. ആ ശരീരത്തെക്കുറിച്ച് രണ്ട് തരത്തിലും നമ്മൾ കാണണം. വിവേകം ഉണ്ടാവാനും വൈരാഗ്യം ഉണ്ടാവാനും ഈ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കണം എന്നുള്ളത് 25ാമത്തെ ഗുരുനാഥനായിട്ട് യദുമഹാരാജാവിന് ദത്താത്രേയ മഹർഷി പറഞ്ഞു കൊടുത്തു, അവധൂതൻ പറഞ്ഞു കൊടുത്തു എന്നും പറഞ്ഞിട്ടാണ്. ഇതൊക്കെ ആചരിച്ചു പോന്നു കഴിഞ്ഞാൽ യദു നിനക്ക് സുഖം ഉണ്ടാവും. അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിരിക്കണത്. ഇതൊക്കെ വിചാരിച്ച് ഇവരെയൊക്കെ ഗുരുനാഥനായി കണ്ട് ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ചോളൂ എന്ന് പറഞ്ഞ് ദത്താത്രേയൻ ഗംഗയിലേക്കും പോയി, കുളിക്കാൻ പോയി. ദത്താത്രേയൻ യദുമഹാരാജാവ് കൊട്ടാരത്തിലേക്ക് പോന്നു. വൈരാഗ്യമൊക്കെ വന്ന് കൊട്ടാരത്തിലിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ കാട്ടിലേക്ക് തപസ്സിന് പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് കണ്ടില്ലേ ഉദ്ധവ. അതുകൊണ്ട് ഉദ്ധവൻ ഇതൊക്കെ വിചാരിച്ച്, ഈ ഗുരുനാഥന്മാരെയൊക്കെ വിചാരിച്ച് ഉദ്ധവൻ ഇരുന്നാൽ ഉദ്ധവന് വൈരാഗ്യമൊക്കെ വന്നോളൂട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കണത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.